ചാപ്റ്റർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ നമുക്ക് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷനും എന്താണെന്ന് നോക്കാം. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അപ്പിയറിംഗ് ഇൻ ദി ഇക്വേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിൻ്റെ ഓർഡറിനെയാണ് എന്ത് പറയുന്നത്, ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ d²y/dx² ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ, അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡറാണ്. ഈ d²y/dx² പകരം നമ്മൾ y2' എന്നും എഴുതും. ഇനി ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻ ദി ഇക്വേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവറിനെയാണ്. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണ് ഇതെന്ന് അറിയാം. സെക്കൻഡ് ഓർഡറിൻ്റെ പവർ എത്രയാണ്? 4. ഇത് d/dxൻ്റെ പവർ എത്രയാണ്? 5. പക്ഷെ നമ്മളിവിടെ 5 അല്ല എഴുതേണ്ടത്. ഈ d²y/dx² പവർ, ഹയസ്റ്റ് ഓർഡറിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ചില കേസിൽ നമുക്ക് ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതായത് d²y/dx² പ്ലസ് സൈൻ dy/dx, അതായത് സൈൻ എക്സ് കോസ് എക്സ് അല്ലെങ്കിൽ സൈൻ വൈ കോസ് വൈ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഡിഗ്രി ഉണ്ട്. അതേസമയം അവിടെ വൈയുടെ പ്ലേസിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് മോഡലിലാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, ഡിഗ്രിയും ഓർഡറും കാണുന്ന. ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ഓർഡറും ഡിഗ്രിയും കാണുന്നത്. ഫസ്റ്റ് d⁴/dx⁴ പ്ലസ് സൈൻ y2' = 0. ഇതിൽ ഓർഡർ എന്ന് പറയുന്നത് ഫോർത്ത് ഡെറിവേറ്റീവ്സ് കാണാനുള്ളതാണ്. അപ്പോൾ ഓർഡർ 4 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് y2', ഞാൻ പറഞ്ഞു y' എന്ന് പറയുന്നത് dy/dx ആണ്. അപ്പോൾ y2' എന്ന് പറയുന്നത് d²y/dx² ആണ്. ഈ ടൈപ്പ് സൈൻ്റെ കൂടെ ഫങ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ y' പ്ലസ് 5y = 0 ഇവിടെ ഫസ്റ്റ് ഓർഡർ ആണ്. ആ ഫസ്റ്റ് ഓർഡറിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഓർഡർ 1 ഡിഗ്രി 1. അടുത്ത ds/dt⁴ പ്ലസ് 3s × d²s/dt² = 1. ഇവിടെ ഇതിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഓർഡർ 2 ഡിഗ്രി 1. d²y/dx² പ്ലസ് കോസ് dy/dx = 0. ഇവിടെ ഓർഡർ 2 ആണ്. പക്ഷേ ഡിഗ്രി നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ്. കാര്യം കോസിൻ്റെ കൂടെ എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ അല്ല, ഡെറിവേറ്റീവ്സിൻ്റെ ഫോമാണ് വരുന്നതെങ്കിൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. d²y/dx² = cos 3x പ്ലസ് സൈൻ 3x. ഇവിടെ ഓർഡർ 2 ആണ്, ഡിഗ്രി 1. എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് ഓർഡറും ഡിഗ്രിയും എഴുതാനുള്ളത്. ഇന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ y = dy/dx പ്ലസ് √1 പ്ലസ് dy/dx². സെക്കൻഡ് x × dy/dx പ്ലസ് 3 ഡിവൈഡഡ് ബൈ dy/dx = y². ഇനി 9.2 അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2 ഡെഫിനിഷൻ നോക്കാം. എന്താണ്? ജനറൽ സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷനും. അതായത് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കത് ആൻസർ എങ്ങനെ കിട്ടും? y = fx എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. അതിൽ ഈ ആൻസറിൽ നമുക്ക് കോൺസ്റ്റൻസ് ഒന്നും ഇല്ല എങ്കിൽ, ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ y = 2 sin x പ്ലസ് π/4. ഇവിടെ കോൺസ്റ്റൻസ് ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഇതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. ഇനി ജനറൽ സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ y = a sin x പ്ലസ് b. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നതും b എന്ന് പറയുന്നതും 2 ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. ഇങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്നും, ഈ ആർബിട്രറി കോൺസ്റ്റൻസ് വരാത്ത സൊല്യൂഷനെ നമ്മൾ എന്ത് പറയും? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നും പറയും. ഇനി നമ്മുടെ നമ്പർ ഓഫ് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെന്ന് ഒരു ക്വസ്റ്റ്യന് ചോദിച്ചു കഴിഞ്ഞാൽ the number of arbitrary constant of an ordinary differential equation is always equal to its order. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. തേർഡ് ഓർഡർ ആണെങ്കിൽ 3 കാണും. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 1 ആർബിട്രറി കോൺസ്റ്റൻ്റ് കാണും. ഈ പർട്ടിക്കുലർ സൊല്യൂഷനിൽ നമുക്ക് 1 ആർബിട്രറി കോൺസ്റ്റൻസ് കാണത്തില്ല. അപ്പോൾ എന്തുവാ? 0 ആർബിട്രറി കോൺസ്റ്റൻസ് ആയിരിക്കും ഉള്ളത്.